ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പീച്ച് ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന 77 പോർട്ടൽ നിങ്ങളെ ഏത് സ്റ്റക്ക് സിറ്റുവേഷനിൽ നിന്നാണ് പുറത്തു കൊണ്ടുവരാൻ പോകുന്നത് എന്ന് നോക്കാം നമുക്ക്. ഇവിടെ ഈ ഒരു പോർട്ടൽ എന്ന് പറയുന്നത് വളരെ മഹത്വപൂർണ്ണമായിട്ടുള്ള ഒരു പോർട്ടലാണ്. നിങ്ങളുടെ ലൈഫിൽ തന്നെ പല ചേഞ്ചസും ഈ ഒരു പോർട്ടലിലൂടെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. ഒത്തിരി മേജറായിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു പോർട്ടൽ കൊണ്ടുവരാവുന്നതാണ്. പക്ഷേ നിങ്ങളതിൻ്റെ ആ ഒരു പ്രതീക്ഷ പോലും ഇതുവരെയും വച്ചിട്ടുണ്ടാവത്തില്ല. അങ്ങനെ ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതാണ്. ഇവിടെ ഈ ഒരു 77 പോർട്ടലിൽ നിങ്ങൾക്ക് ഒന്നിന് പിറകെ ഒന്നായിട്ട് പ്രശംസ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇവിടെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ എന്തോ ഒരു കാര്യം നടക്കാൻ പോവുകയാണ്. ആ ഒരു കാര്യം നടക്കുന്നതിലൂടെ നിങ്ങൾക്ക് പ്രശംസ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് സ്വയം ഒരു സന്തുഷ്ടി ഫീലാവുന്നതാണ് നിങ്ങളുടെ ആ ഒരു കാര്യം ആലോചിക്കുമ്പോൾ. ഇവിടെ നിങ്ങൾ സമയം നല്ല രീതിയിൽ ഉപയോഗം ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും താമസിച്ചാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിലോ എന്തായാലും നിങ്ങൾക്ക് ഒരു ആൾക്കാരുടെ ആ ഒരു പ്രശംസ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് തന്നെ ഒരു സന്തുഷ്ടഭാവം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ലൈഫിലെ ആ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് ഇപ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ നല്ലതായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു വഴി എന്താണോ അതിൽ നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷം ഫീലാകും. ഇവിടെ മുന്നേയൊക്കെ നിങ്ങൾക്ക് തോന്നിക്കൊണ്ടിരുന്നത് നിങ്ങളുടെ സമയം ദുരുപയോഗം ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്. പക്ഷേ ഇനി നിങ്ങൾ സമയം നല്ല രീതിയിൽ വിനിയോഗം ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് സമയം ആവശ്യമില്ലാതെ ചിലവായി പോകുന്നു, ആവശ്യമില്ലാതെ പൈസ ആവശ്യമില്ലാതെ ചിലവായി പോകുന്നു. ഇതിലൊക്കെ ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് വരാൻ പോകുന്ന സമയത്ത്. ഇവിടെ ഇതെല്ലാം നല്ല രീതിയിൽ യൂസ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു അറിവ്, ജ്ഞാനം നല്ല രീതിയിൽ വർക്കാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ചില വ്യക്തികൾ മുന്നേ തന്നെ പല അറിവും സമ്പാദിച്ച് വച്ചിട്ടുണ്ടാവും. പക്ഷേ അവർക്കത് അറിയില്ല എന്താണ് അവരുടെ ആ ഒരു അറിവ് അല്ലെങ്കിൽ കഴിവ് എന്ന്. പക്ഷേ സമയമാകുമ്പോൾ അത് അവർക്ക് പുറത്ത് കൊണ്ടുവരാൻ സാധിക്കും. ഇവിടെ എന്തെങ്കിലും രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങളുടെ ആ ഒരു ബുദ്ധിയുടെ ആധാരത്തിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ സമയാസമയം നിങ്ങൾ നിങ്ങളുടെ കർമ്മം നല്ലതായിട്ട് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ട്, നിങ്ങളുടെ ആ ഒരു കഠിനാധ്വാനം നിങ്ങളെ തന്നെ നല്ലതായിട്ട് മാറ്റുന്നതായിട്ട്, നിങ്ങളുടെ ലൈഫിൽ തന്നെ ചേഞ്ചസ് കൊണ്ടുവരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ ലാഭം തരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ 77 പോർട്ടൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ചെയ്യുമെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു 77 പോർട്ടൽ നിങ്ങൾക്കൊരിക്കലും ലോസ് തരത്തില്ല, മറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ലാഭമേ തരത്തുള്ളൂ. ഈവൻ നിങ്ങൾക്ക് മറ്റൊരു വ്യക്തി മുഖേന ലോസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു കർമ്മ റിട്ടേൺ ഉറപ്പായിട്ടും ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഏത് വ്യക്തിയാണോ നിങ്ങൾക്കെതിരെ മോശം രീതിയിലുള്ള ഷഡ്യന്ത്രങ്ങൾ രചിച്ച് നിങ്ങൾക്ക് നേരെ നെഗറ്റിവിറ്റി അയച്ചത്, അവർക്കിപ്പോൾ അവർ ചെയ്ത ആ ഒരു കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കേണ്ട അവസ്ഥ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ജൂലൈ മന്ത് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ചില ദിവസങ്ങൾ ഉണ്ടാകും വിശേഷമായിട്ടുള്ള. അതായത് ഒരു വ്യക്തി അവരെ ഭയങ്കര ഒരു ഞാനാണ് എല്ലാം, മറ്റുള്ളവരെയും കാട്ടി എല്ലാം വലുത് ഞാനാണ്, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല, ഞാൻ ഏത് വ്യക്തിയെയും തകർക്കാൻ തയ്യാറായിട്ടാണുള്ളത്, എൻ്റെ കയ്യിൽ അതിനുള്ള ആയുധങ്ങളുണ്ട്, അങ്ങനെ സ്വയം ഇവരെ തന്നെ ഭയങ്കര വിശേഷമായിട്ടുള്ളൊരു വ്യക്തിയായിട്ട് കാണത്തില്ലേ. അങ്ങനെയുള്ളവർക്ക് പോലും അവർക്ക് ചെയ്തതിൻ്റെ ആ ഒരു പരിണിതഫലം, അവർ മുന്നേ ചെയ്ത ആ ഒരു കർമ്മത്തിൻ്റെ പരിണിതഫലം ജൂലൈയിൽ അനുഭവിക്കാൻ സാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ കുറേ ആൾക്കാർ നിങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഇരിപ്പുണ്ട്. കാരണം അവർ പറയുന്നത് നിങ്ങൾ തെറ്റുകാരാണ്, നിങ്ങൾ കാണിക്കുന്ന എല്ലാം തെറ്റാണ് എന്ന്. പക്ഷെ നിങ്ങൾക്കറിയാം നിങ്ങൾ തെറ്റുകാരല്ല എന്ന്. അപ്പോൾ എല്ലാവരും നിങ്ങളെ കുറ്റപ്പെടുത്തി നിങ്ങളാണ് തെറ്റുകാർ എന്നുള്ള രീതി. പക്ഷേ 77 പോർട്ടലിൽ അങ്ങനൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ആ ഒരു ജീവിതത്തിൽ. അതായത് നിങ്ങൾ തെറ്റുകാരല്ല, തെറ്റുകാർ വേറൊരു വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ളൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്.
ഇവിടെ ഇങ്ങനെയുള്ള കള്ള ആൾക്കാർ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. അതായത് അവരെ ഇനി സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാവത്തില്ല. കാരണം അവർ എപ്പോഴും നിങ്ങളുടെ കൂടെ കള്ളമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ കള്ളം സപ്പോർട്ട് ചെയ്യാൻ അവരുടെ കൂടെ ആൾക്കാരും ഉണ്ടായിരുന്നു. പക്ഷേ ഇനി ആരും അവരെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവത്തില്ല. അപ്പോൾ അവരുടെ കള്ളത്തരം നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. അപ്പോൾ 77 പോർട്ടൽ നിങ്ങൾ ഒന്നും തന്നെ ചിന്തിച്ച് വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങളുടെ ചിന്തകൾ അവസാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു 77 പോർട്ടൽ നിങ്ങളുടെ ലൈഫിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് പോലും അത്ഭുതം ആകുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും 77 പോർട്ടലിൽ സംഭവിക്കും. അതായത് നിങ്ങളുടെ പേരിലുള്ള എല്ലാ കള്ള ആരോപണങ്ങളും മാറി നിങ്ങൾ സത്യസന്ധരാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ നടക്കും. ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരും സത്യം മനസ്സിലാക്കണം, എൻ്റെ മേലുള്ള കള്ള ആരോപണങ്ങൾ മാറണമെന്ന്. പക്ഷെ ജൂലൈ മന്ത് ഇതെല്ലാം നേരിട്ട് സംഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആരാണോ നിങ്ങൾക്ക് നേരെ മോശം ആരോപണങ്ങൾ പറഞ്ഞത്, അതായത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയുമായിട്ട് ഒട്ടും തന്നെ മാച്ചാവാത്ത കാര്യമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് എല്ലാവരുടെ മുന്നിലും വരുന്നതായിട്ട് കാണാൻ സാധിക്കും, അത് സത്യമല്ല എന്ന്. ഇവിടെ ആരാണോ കള്ളത്തനത്തിന് സപ്പോർട്ട് ചെയ്യുന്ന അവർക്കും കള്ളത്തനം ചെയ്യുന്ന അതേ ശിക്ഷ തന്നെയാണ് ദൈവം കൊടുക്കാൻ പോകുന്നത്. അതായത് ഈ ഒരു വ്യക്തി മറ്റുള്ളവരുടെ ആ ഒരു വേദനയിൽ ഭയങ്കരമായിട്ട് ചിരിച്ചു. അപ്പോൾ അവർക്ക് ആ ഒരു വേദന എന്താണെന്ന് ദൈവം മനസ്സിലാക്കി കൊടുക്കും. അപ്പോൾ ജൂലൈ മന്തിൽ ചില വിശേഷപ്പെട്ട ഡേറ്റ് നിങ്ങൾക്ക് വളരെ മഹത്വപൂർണ്ണമായിരിക്കും. നിങ്ങൾ ഒരിക്കലും അത് മറക്കത്തില്ല, ഓർമ്മിച്ച് വയ്ക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ജൂലൈ മന്ത് റീഡിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഇന്ന ദിവസം നിങ്ങൾക്ക് വളരെ വിശേഷപ്പെട്ടതായിരിക്കുമെന്ന്. അലൈൻമെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അത് നിങ്ങൾക്ക് തന്നെ തോന്നും നിങ്ങളുടെ ലൈഫിൽ നിന്ന് നെഗറ്റിവിറ്റി പോയി എന്ന്. ഒരു പുതിയ ഒരു വെളിച്ചം നിങ്ങളുടെ ആ ഒരു ലൈഫിലേക്ക് വീശുന്നതായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യാം എന്നുള്ള തോന്നൽ നിങ്ങൾക്കുണ്ടാവും. പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ തോന്നുമെന്ന് പറഞ്ഞ കാര്യം പുതിയ വസ്ത്രം വാങ്ങിക്കുക, അല്ലെങ്കിൽ പുതിയ വസ്ത്രം വാങ്ങിച്ചിട്ട് പുതിയ രീതിയിൽ സ്റ്റിച്ച് ചെയ്യുക, പുതിയ ഹെയർ സ്റ്റൈൽ മുടിയിൽ കൊണ്ടുവരിക, അങ്ങനെ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നും. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി നല്ല ഒരു പരിവർത്തനം ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു പരിവർത്തനം നിങ്ങൾക്ക് വളരെ നല്ലതായിട്ട് മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ എന്ത് മാറ്റം നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്നാലും അത് ആൾക്കാർ നോട്ടീസ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അവർക്ക് തോന്നും ഇവർക്ക് എങ്ങനെ ഇത്ര മാറ്റം വരുന്നു എന്ന്. നിങ്ങളുടെ സംസാര രീതി, നിങ്ങളുടെ പെരുമാറ്റത്തിലൊക്കെ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ അവർക്ക് തോന്നും എങ്ങനെ ഇവർക്ക് ഇത്രയും മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നു എന്ന്. അപ്പോൾ അവരിങ്ങനെ ചിന്തിക്കും, ഇവരുടെ ലൈഫിൽ എന്താ സംഭവിക്കുന്നത്, ഇവരുടെ വസ്ത്രധാരണ രീതി എല്ലാത്തിനും ഒരു ചേഞ്ച് ഇവർ കൊണ്ടുവരുന്നുണ്ടല്ലോ എന്ന്. ഇനി നിങ്ങൾ ഒരേ കളറിലുള്ള വസ്ത്രങ്ങളാണ് ധരിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അതിലൊരു മാറ്റം നിങ്ങൾ കൊണ്ടുവരുന്നതായിട്ട്, കളർഫുള്ളായിട്ടുള്ള വസ്ത്രങ്ങൾ നിങ്ങൾ ധരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ എന്തായാലും കുറച്ച് കളർഫുള്ളായിട്ടുള്ള വസ്ത്രം നിങ്ങൾ ധരിക്കുമെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ നെയിൽ പോളിഷ് ഇടാത്തവരാണ് എങ്കിൽ ഇനി നെയിൽ പോളിഷ്, കളർഫുള്ളായിട്ടുള്ള നെയിൽ പോളിഷ് നിങ്ങൾ ഇടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ആൾക്കാർ നിങ്ങളെ നോട്ടീസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി നിങ്ങൾ കയ്യിൽ കുപ്പിവള ധരിക്കാത്തവരാണെങ്കിൽ കുപ്പിവള ധരിക്കുക, കണ്ണ് എഴുതാത്തവരാണെങ്കിൽ കണ്ണ് എഴുതുക, പൊട്ടിടാത്തവരാണെങ്കിൽ പൊട്ടിടുക. എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ ആൾക്കാർ നിങ്ങളെ നോട്ടീസ് ചെയ്യുന്നതായിട്ട് അത് തന്നെയാണ് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തായാലും നിങ്ങളുടെ മനസ്സ് വളരെ സന്തോഷമായിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. 77 പോർട്ടലിൽ 77 പോർട്ടൽ എന്ന് പറയുന്നത് വളരെ രഹസ്യമയമായിട്ടുള്ള നമ്പറാണ്. എപ്പോൾ ആരുടെ ലൈഫിൽ എന്ത് മാറ്റം കൊണ്ടുവരുമെന്ന് ആ നമ്പറിന് മാത്രമേ അറിയത്തുള്ളൂ. ഈ ഒരു 77 നമ്പർ എല്ലാം കർമ്മ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള നമ്പേഴ്സാണ്. അതായത് ഒരു വ്യക്തി എന്ത് രീതിയിലുള്ള കർമ്മമാണോ ചെയ്തിരിക്കുന്നത് ആ വ്യക്തിക്ക് ആ സമയം ആ ഒരു കർമ്മത്തിൻ്റെ ബലം കൊടുക്കുക, അങ്ങനെ ഒരു നമ്പറാണിത്. ഇവിടെ നിങ്ങൾ നല്ല കർമ്മമാണ് ചെയ്യുന്നതെങ്കിൽ നല്ലത് വരുന്നു, മോശം കർമ്മമാണ് ചെയ്യുന്നതെങ്കിൽ മോശം വരുന്നു. ജൂലൈ മന്ത് റീഡിങ്ങിൽ ഞാൻ പറഞ്ഞായിരുന്നു, അതായത് ജൂലൈ മാസം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്നുള്ള റീഡിങ്ങിൽ ചില ദിവസങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ആ ദിവസങ്ങൾ നിങ്ങൾക്ക് വളരെ വിശേഷപ്പെട്ടതായിരിക്കും. അത് നിങ്ങൾ ആ റീഡിങ്ങിൽ പോയി മറന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ നോക്കുക അത് ഏതൊക്കെ ദിവസങ്ങളാണ് എന്ന്.
ഇവിടെ കുട്ടികൾ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതും ജൂലൈ മന്തും നേരെ ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് കുട്ടികളുടെ പഠിത്തം, കുട്ടികളുടെ ജോലി, കുട്ടികൾക്ക് നല്ല രീതിയിൽ ഒരു സ്കോളർഷിപ്പ് ലഭിക്കുക, എന്തെങ്കിലും, അല്ലെങ്കിൽ കുട്ടികളില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ കുട്ടികൾ ഉണ്ടാവുന്നതായിട്ടുള്ള ഒരിത്, എന്തായാലും കുട്ടികൾ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നം ഈ മാസം മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിലെന്തെങ്കിലും പ്രശ്നം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കും കുറച്ച് സമയത്തേക്ക് നിർത്തിവെക്കാമെന്ന്. പക്ഷെ പെട്ടെന്ന് ആ ഒരു കാര്യം സഡനായിട്ട് നിങ്ങൾക്ക് തോന്നും ഈ ഒരു കാര്യം ഇനി ചെയ്ത് നോക്കാം, ചിലപ്പോൾ ഇനി ചെയ്യുമ്പോൾ സക്സസ് കിട്ടിയാലോ, അങ്ങനെ എന്തോ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും ജൂലൈ മന്തിൽ. ഇവിടെ അങ്ങനെ എന്ത് ജോലിയാണോ നിങ്ങൾ ചെയ്യുന്നത് സഡനായിട്ട് അതിലൊരു സക്സസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ കഴിഞ്ഞു പോയ കുറേ മാസങ്ങളായിട്ട് ഒത്തിരി വിഷമങ്ങൾ അനുഭവിച്ചവരാണ്. പക്ഷേ നിങ്ങൾ വിചാരിച്ചത് മുന്നോട്ട് പോയിട്ട് എൻ്റെ ലൈഫിൽ നല്ലത് സംഭവിക്കും എന്നുള്ള ആത്മവിശ്വാസത്തോടെയാണ് നിങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതേ ആത്മവിശ്വാസം നിങ്ങൾക്ക് നേരിൽ കാണാൻ സാധിക്കും. അതായത് നിങ്ങളുടെ ലൈഫിൽ നല്ലത് സംഭവിക്കുന്നതായിട്ട് ഈ ഒരു ജൂലൈ മന്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾ ഫിയർലെസ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ജീവിതം ജീവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ സന്തോഷിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ കുറേ ചെറിയ ചെറിയ കാര്യങ്ങൾ ജൂലൈ മന്ത് നിങ്ങളുടെ മനസ്സിനെ തന്നെ സന്തോഷിപ്പിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ നടക്കും. നിങ്ങളുടെ ആഹാര രീതിയിലും മാറ്റം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. എനിക്കിഷ്ടമുള്ളത് ഞാൻ ഉണ്ടാക്കി കഴിക്കും, അങ്ങനെ തോന്നൽ നിങ്ങൾക്കുണ്ടാകും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ആരോഗ്യത്തിൽ നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. ഇഷ്ടമുള്ള ആഹാരം കഴിക്കാം, പക്ഷേ ആരോഗ്യം കൂടെ നോക്കണം. ഇവിടെ ചില ആൾക്കാർക്ക് BP ഷുഗറിൻ്റെ ആ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇവിടെ എന്ന് ഞാൻ BP ഷുഗർ നോക്കി ആഹാരം കഴിക്കാതെ ഇഷ്ടമുള്ള ആഹാരം എല്ലാം എപ്പോഴും വേണ്ടാന്ന് വയ്ക്കുന്നില്ല. ഇനി ഞാൻ ഇന്ന് എന്തായാലും ഇഷ്ടമുള്ള ആഹാരം കഴിക്കും എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മനസ്സ് പറയുന്നതായിട്ട്, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാരം നിങ്ങൾ കഴിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്ന ഈ ഒരു മാസം. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ജീവിതം ആഘോഷിക്കും, പക്ഷെ നിങ്ങളുടെ ഹെൽത്തിൽ ഒരു പ്രോബ്ലം ഉണ്ടാവാതിരിക്കുന്ന രീതിയിൽ ആഘോഷിക്കുക. ഇവിടെ നിങ്ങളുടെ പേടി അവസാനിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കൂടാതെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് എൻ്റെ കൂടെ ആരോ ഉണ്ട്, എൻ്റെ ഈശ്വരനാണത്, എൻ്റെ ഈശ്വരൻ എനിക്കിവിടെ നല്ലത് മാത്രമേ ചെയ്യത്തുള്ളൂ, അങ്ങനെ തോന്നൽ നിങ്ങൾക്കുണ്ടാകും. നിങ്ങളുടെ ആ ഒരു ഊർജം വളരെ മനോഹരമായി മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഊർജം നിങ്ങളെ തന്നെ രക്ഷിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ആരെങ്കിലും നിങ്ങളോട് വളരെ മോശം രീതിയിൽ പെരുമാറുകയോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അവിടെ മിണ്ടാതിരിക്കുക, അവരോട് പ്രതികരിക്കാൻ പോകത്തില്ല. ഇവിടെ നിങ്ങളുടെ ആ ഒരു ഓറ കൊണ്ട് തന്നെ നിങ്ങൾ പല കാര്യങ്ങളും സെറ്റാക്കുന്നത് കൊണ്ട് തന്നെ ഓപ്പോസിറ്റുള്ള വ്യക്തിക്ക് നിങ്ങളോടൊന്നും പറയാൻ പറ്റത്തില്ല. ആ രീതിയിലുള്ള പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ടാകും. ഇവിടെ ഭദ്രകാളി അമ്മയുടെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ഉണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ വലിയൊരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചില മറച്ചു വച്ചേക്കുന്ന സത്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഒരു വ്യക്തിയുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നിങ്ങളുടെ സന്തോഷം റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു നല്ല കാര്യവും നിങ്ങളുടെ കൂടെ സംഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ വളരെ നല്ല ഒരു ട്രാൻസ്ഫർമേഷനാണ് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നത് ദൈവം. ഇവിടെ ഫിനാൻഷ്യൽ മാറ്റർ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ രണ്ട് ജോലിയും ഒരുമിച്ച് നിങ്ങൾ കൊണ്ടുപോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ എന്തെങ്കിലും ശുഭകാര്യങ്ങളുടെ തയ്യാറെടുപ്പ് ഈ ജൂലൈ മന്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു ശുഭകാര്യമാണ് ഇവിടെ ജൂലൈ മന്ത് ഉണ്ടാവാൻ പോകുന്നത്. ഇവിടെ എന്ത് പോയിൻ്റാണോ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ സെൻറ്റർ നിങ്ങളായിരിക്കും. അപ്പോൾ വളരെ നല്ല ഒരു ട്രാൻസ്ഫർമേഷനാണ് നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത്. ഇവിടെ ജൂലൈ മന്ത് ഒരു വ്യക്തി വളരെ മോശം രീതിയിൽ നിങ്ങൾക്കെതിരെ പ്ലാനിങ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇങ്ങനെ എന്തെങ്കിലും ഒരു പോയിൻ്റ് നിങ്ങൾക്കെതിരെ ഉണ്ടാക്കി ഇവർക്ക് നിങ്ങളെ തകർക്കണം. നിങ്ങളുടെ ഇമേജ്, നിങ്ങളുടെ ആ ഒരു മാനം അതിനൊക്കെ നേരെ എന്തെങ്കിലും കോട്ടം വരുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു പ്ലാനിങ് ഈ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ക്രിയേറ്റ് ആക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾക്ക് മോശം ഉണ്ടാകണം എന്നുള്ള രീതിയിൽ. ഇവിടെ ഈ വ്യക്തി ഇപ്പോൾ നിങ്ങൾക്കെതിരെ എന്താണോ ചെയ്യുന്നത് അത് അവർക്ക് തന്നെ മോശമായിട്ട് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്.
അതായത് അവർക്ക് പിന്നെ വേറൊരു ആളുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത രീതിയിൽ അവസ്ഥയിലേക്ക് അവർ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഒരു വ്യക്തിയുടെ വലിയ ഒരു കള്ളം എല്ലാവരുടെയും മുമ്പിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഭദ്രാളി അമ്മയുടെ ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. ഭദ്രാളി അമ്മ ഒരിക്കലും ഇങ്ങനെ നിങ്ങൾക്കെതിരെ മോശം ചെയ്യുന്നവരോട് ഒരിക്കലും ക്ഷമിക്കത്തില്ല. അതായത് ഒരു ദേഷ്യമുള്ള എനർജി, അതായത് ഇനി ഇവർക്ക് മാപ്പ് കൊടുക്കാൻ പറ്റത്തില്ല, ആ ഒരു എനർജിയിലാണ് ഇവിടെ ഭദ്രാളി അമ്മയെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആരാണോ നിങ്ങൾക്കെതിരെ മോശം ചെയ്ത് അവർക്കിനി മാപ്പ് ഇല്ല. ഈ ഒരു കാര്യം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കുന്നതാണ്. അതായത് ഒരു വ്യക്തി എന്ത് കർമ്മമാണോ ചെയ്തത് അതനുസരിച്ച് അവർക്ക് ഫലം ലഭിക്കുന്നതായിട്ട്. ഇവിടെ നിങ്ങൾക്ക് ഉറക്കം നല്ല രീതിയിൽ വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങൾ നിങ്ങളുടെ സമയം നല്ല രീതിയിൽ വിനിയോഗിക്കുന്നതുകൊണ്ട് ഉറക്കം നല്ലതായിട്ട് വരും നിങ്ങൾക്ക്. ഇവിടെ വീട്ടിൽ പോലും നിങ്ങൾക്ക് നല്ല ഒരു ഫീലിംഗ് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ആൾക്കാരുടെ കൂടെ ഉള്ള ആ ഒരു ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. വീട്ടിനടുത്തുള്ളവരോടും നല്ല രീതിയിലൊരു ബന്ധം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ പഴയ ഏതെങ്കിലും ഓൾഡ് ഫ്രണ്ടിനെ നിങ്ങൾക്ക് ഈ ഒരു മന്ത് കാണാൻ സാധിക്കും. ഇവിടെ വളരെ രഹസ്യമയമായിട്ടുള്ള എന്തോ ഒരു കാര്യം നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അത് നിങ്ങൾ പുറത്ത് എവിടെയെങ്കിലും പോവുകയാണ്. അപ്പോൾ അവിടെ നിങ്ങൾ നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ നിൽക്കുമ്പോൾ അവിടെ അടുത്ത് കൃഷ്ണ ഭഗവാന്റെ ഒരു ക്ഷേത്രമുണ്ട്. നിങ്ങളപ്പോൾ അവിടെ പോയി ദർശനം ചെയ്തിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇതല്ല എങ്കിൽ മയിൽ സ്വയം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഒന്നുകിൽ മയിൽപ്പീലി നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇല്ല എങ്കിൽ എവിടെയെങ്കിലും മയിൽപ്പീലി നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്നതായിട്ട് കളഞ്ഞു കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ മയിൽപ്പീലി എവിടെന്നെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ മയിൽപ്പീലി നിങ്ങൾ വീട്ടിൽ കൊണ്ടുവയ്ക്കേണ്ടതാണ്. ഭഗവാന്റെ ആശീർവാദമാണത്. കാരണം അദ്ദേഹം നിങ്ങളോട് പറയുന്നത് അദ്ദേഹം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഒട്ടും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഒരു വ്യക്തിക്ക് ഫീലാകും, എൻ്റെ കൂടെ ദൈവമുണ്ട്, പിന്നെ ഞാൻ എന്തിനു പേടിക്കണം എന്നുള്ള. ഇവിടെ ഒരു വ്യക്തിയുടെ മോശം ദൃഷ്ടി ഇപ്പോഴും നിങ്ങളുടെ ലൈഫിൽ ഉണ്ട്. അവർ വളരെ മോശം രീതിയിലാണ് നിങ്ങളെ നോക്കുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ 2021, 2022 തൊട്ടേ ഒരു വ്യക്തിയുടെ മോശം ദൃഷ്ടി നിങ്ങളുടെ മേലുണ്ട്. ആ വ്യക്തി ഒരു ശത്രുവിനെ പോലെയാണ് നിങ്ങളുടെ പിറകെ ഉള്ളത്. ഈ വ്യക്തി എങ്ങനെയെന്ന് വെച്ചാൽ ഇവർ കുട്ടി ആണ് എന്നുള്ള അത്രമാത്രം പവിത്ര സ്വഭാവമുള്ളവരാണിവർ എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ മുന്നിൽ ഇവരെ ഷോ ചെയ്യുന്നത്. അതായത് കുട്ടികൾക്ക് എത്ര പവിത്രമായിട്ടുള്ള ഒരു സ്വഭാവമുണ്ട് അതേപോലെ ഇവരും അത്രയ്ക്ക് പവിത്രമാണ് എന്നാണ്. പക്ഷെ ഉള്ളിൽ നിറച്ച് വിഷമാണ് നിങ്ങളെ എങ്ങനെ തകർക്കാമെന്നുള്ള ശത്രുഭാവം. ഇവർ എത്രത്തോളം നിങ്ങൾക്ക് നേരെ ശാന്തമായിട്ട് പെരുമാറുമോ അത്രത്തോളം ദേഷ്യം ഇവർക്ക് നിങ്ങളോടുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തിയുടെ യഥാർത്ഥ മുഖം എല്ലാവരുടെയും മുന്നിൽ വരും. അതായത് ഇവരെ ആരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ മുന്നിലായിരിക്കും ഇവരുടെ യഥാർത്ഥ മുഖം വരുന്നത്. അതായത് ഈ വ്യക്തി ഒരിക്കലും തെറ്റ് ചെയ്യത്തില്ല എന്ന് ആൾക്കാർ വിശ്വസിച്ചുകൊണ്ടിരുന്നെങ്കിൽ എല്ലാവരുടെ മുമ്പിലും ഇവർ തെറ്റുകാരാണെന്ന് മനസ്സിലാക്കും. ഇവർ ഭയങ്കരമായിട്ട് നിങ്ങളെ വിഷമിപ്പിച്ചു എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭദ്രാളി അമ്മ ഇവർ ചെയ്ത ആ ഒരു തെറ്റിൻ്റെ ഫലം ഇവർക്ക് കൊടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒന്നുകിൽ ഈ വ്യക്തിയിൽ നിന്ന് ഒരു പൂർണ്ണമായിട്ടുള്ള മോചനം നിങ്ങൾക്ക് ഉണ്ടാകും, ഇല്ല എങ്കിൽ ഇവർ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം ഇവർക്ക് ലഭിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. 2026 ഇവിടെ 6-ാം തീയതി അല്ലെങ്കിൽ 12-ാം തീയതി ഇങ്ങനെ സംഭവിക്കും. ഒരു വ്യക്തിയുടെ മനസ്സ് ശാന്തമാക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്ന് കാണാൻ സാധിക്കുന്നു. അതായത് ഒരു വ്യക്തിയെ അവരുടെ ആ ഒരു ടെൻഷനിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാൻ നിങ്ങളുടെ ആ ഒരു സഹായം അവർക്ക് ലഭിക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ അവർ അവരുടെ വിഷമം നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കാം. ഒരു വ്യക്തി ഇതുവരെയും ആരോടും അവരുടെ വിഷമം ഷെയർ ചെയ്തില്ലെങ്കിൽ നിങ്ങളോട് അവർ ഷെയർ ചെയ്യും, നിങ്ങൾ അതിനുള്ള പരിഹാരം അവർക്ക് കൊടുക്കുകയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും സീക്രട്ടായിട്ടുള്ള കാര്യം, ഇതുവരെ ആരോടും പറയാത്ത കാര്യം അവർ നിങ്ങളോട് പറയുന്നതായിട്ട്, നിങ്ങൾ അതിനൊരു പരിഹാരം കൊടുക്കുന്നതായിട്ട്, ശാന്തിയും സമാധാനം അവർക്ക് കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ ആ വ്യക്തിയെ നല്ലപോലെ ഹീൽ ചെയ്യുകയും അത് നിങ്ങൾക്ക് നല്ലൊരു കർമ്മമായി മാറുകയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഈ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നടന്നതിന് ശേഷം നിങ്ങളുടെ പല കാര്യങ്ങളും പൂർത്തിയാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇങ്ങനെ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചതിന് ശേഷം 8 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ എന്തോ വലിയൊരു ആഗ്രഹം ദൈവം പൂർത്തിയാക്കി തരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരാളെ നിങ്ങൾ സമാധാനിപ്പിക്കത്തില്ല, അതിന് ശേഷമുള്ള 8 ദിവസം. അതായത് എന്ത് കാര്യമാണോ നിങ്ങൾ ഹൃദയം കൊണ്ട് ആഗ്രഹിച്ച് എത്രയും പെട്ടെന്ന് ആ ഒരു കാര്യം നടക്കണമെന്ന് ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു.
അപ്പോൾ ആരെങ്കിലും നിങ്ങളോട് അവരുടെ മനസ്സിലെ വേദനയെല്ലാം ഇതുവരെ ആരോടും പറയാതെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആരോടും നിങ്ങൾ പറയരുത്. ആ ഒരു കാര്യം നിങ്ങൾ ഗൈഡൻസ് ആയിട്ട് എടുക്കുക. അവർ നിങ്ങളോട് പറഞ്ഞ കാര്യം മറ്റൊരാൾ അറിയരുത്. ഇവിടെ നിങ്ങൾ സംസാരിക്കുന്നത് വളരെ കുറച്ചായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് ആ റിയാക്ഷനാണ് കൂടുതലായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ആൾക്കാർക്ക് അത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് പ്രഭാവം തോന്നും നിങ്ങളിൽ. ഇവിടെ ഒരു വ്യക്തി നിങ്ങളോട് തെറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നിങ്ങളൊരു നോട്ടം മാത്രം അവരെ നോക്കും. അപ്പോൾ അവർക്ക് മതിയാവും. അങ്ങനെ ഒരു അതായത് നിങ്ങളുടെ ആ ഒരു ഒറ്റ നോട്ടം മതി ആ വ്യക്തി പിന്മാറാൻ. ചില കാര്യങ്ങളിൽ നിന്ന് നിങ്ങളുടെ ആ ഒരു ശ്രദ്ധ മാറുന്നതായിട്ട്, അതായത് നിങ്ങൾക്ക് ഡിസർവ് ചെയ്യാത്ത കാര്യങ്ങളിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളിൽ വളരെ ഒരു മാറ്റം ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു വ്യക്തിയുടെ ഉള്ളിൽ ആഴത്തിൽ മാറത്തില്ല, അതേപോലൊരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവും. ഇവിടെ ഒരു വ്യക്തി നിങ്ങളെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്നുണ്ട്. ഈ വ്യക്തി നിങ്ങളെ സംസാരത്തിലൂടെയാണ് വിഷമിപ്പിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇവരുടെ എന്ത് സംസാരമായാലും അത് കേട്ടാൽ ഒന്നും തന്നെ തോന്നത്തില്ല. നെവർ മൈൻഡിൽ നിങ്ങൾ ഇരിക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തിക്ക് ഭയങ്കരമായിട്ട് ഒരു അത്ഭുതം തോന്നിയിട്ട് ഇത്രത്തോളം പറഞ്ഞിട്ടും ആ വ്യക്തിക്ക് ഒരു കുലുക്കോ ഇല്ലല്ലോ എന്ന്. പിന്നെ ഈ വ്യക്തിക്ക് നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടി ഉണ്ടാകും. ഈ വ്യക്തിയുടെ മോശം പ്രവൃത്തി കൊണ്ടാണ് നിങ്ങൾ ഇത്രമാത്രം മാറിയത് എന്ന് പിന്നെ ഇവർക്ക് മനസ്സിലാവും. അപ്പോൾ അവർക്ക് ക്ഷമ ചോദിച്ചുകൊണ്ട് നിങ്ങളടുത്ത് വരേണ്ട ഒരവസ്ഥ വരും. 77 പോർട്ടലിൽ ആരുടെയോ ഒരു മെസ്സേജ്, ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ വളരെ നല്ല ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് എന്തെങ്കിലും കാര്യത്തിൽ ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ 77 പോർട്ടലിൽ ആ ഒരു കാര്യം നടക്കുന്നതായിട്ട്, അങ്ങനെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതും ആവാം. ഇവിടെ ഏതോ ഒരു മഹത്വപൂർണ്ണമായിട്ടുള്ള വ്യക്തിയോട് നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഏതെങ്കിലും വ്യക്തി റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ തെറ്റിദ്ധാരണ മാറ്റണമെങ്കിൽ അതും നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ പേഴ്സണാലിറ്റിയിൽ മാറ്റം വരുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും ഒരു മാറ്റം വരും. നമ്മുടെ ആ ഒരു പേഴ്സണാലിറ്റി മാറുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഹെയർ സ്റ്റൈൽ മാറും, പേഴ്സണാലിറ്റി, സംസാര രീതി, നിങ്ങളുടെ ഡ്രസ്സിങ് സെൻസ്, ഇതെല്ലാം മാറുമ്പോൾ തന്നെ നമുക്ക് ഉള്ളിലൊരു കോൺഫിഡൻസ് ഉണ്ടാകും. മനസ്സിന് സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ഷോപ്പിംഗ് ചെയ്യുക, ഇതെല്ലാം നല്ലൊരു അനുഭവമാണ് നിങ്ങൾക്ക്. ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ഹൃദയത്തിന് ഫീൽ ആവുകയാണ് നിങ്ങളുടെ ലൈഫിൽ നല്ലത് സംഭവിക്കാൻ പോവുകയാണ് എന്ന്. അപ്പോൾ ലൈഫ് എന്തോ നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആ ഒരു റിസീവിങ് മോഡിൽ വരികയാണ്, അറിഞ്ഞോ അറിയാതെയോ. അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്ത് മാറ്റം വരുന്നുണ്ടെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യുക നിങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് 77 പോർട്ടലിൽ സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റീഡിങ്ങിലൂടെ എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓ നമസ്തേ. താങ്ക് യു സോ മച്ച്.